Welcome back. Arithmetic sequences in the third part. Third part we will see arithmetic sequence topic. We will see examples, exercise, extra exercise. Arithmetic sequence correct common difference number difference same arithmetic sequence in the first video. Now, we will exercise correct explain textbook page number 18 first question first question sequence arithmetic sequence check exercise arithmetic sequence sequence of odd numbers sequence of odd numbers 1 3 5 7 9 appo idu arithmetic sequence check two consecutive numbers difference same check appo ivide 3 minus 1 2 5 minus 3 2 7 minus 5 2 elladum same common difference difference 2 ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്ത് സീക്വൻസ് എന്ന് പറയാം arithmetic sequence എന്ന് പറയാം ഇനി സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 2 4 6 8 10 അതായത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ ആണെങ്കിൽ നമുക്കറിയാം അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള ദൂരം അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 2 തന്നെയായിരിക്കും അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് അതും എന്ത് തന്നെയാണ് ഒരു arithmetic sequence ആണ് നമ്മുടെ third question എന്ന് പറയുന്നത് sequence of fractions got as half the odd numbers ആണ് അതായത് odd നമ്പേഴ്സുകളുടെ അതായത് ഒറ്റ നമ്പറുകളുടെ ഒറ്റ സംഖ്യകളുടെ സീക്വൻസിലെ പകുതി എടുക്കണം അതായത് ഇവിടെ ആദ്യം വരുന്നത് 1 ആണല്ലോ നമ്മുടെ ആദ്യത്തെ നമ്പർ 1/2 3/2 5/2 7/2 എന്ന് പോകും ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഡിനോമിനേറ്റർ എല്ലാത്തിനും 2 ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത് ന്യൂമറേറ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി ഇവിടെ 3 minus 1 2 3/2 minus 1/2 equal to 3 minus 1 divided by 2 ആണ് that is equal to 2 തന്നെയായിരിക്കും 2/2 equal to 1 വരും നെക്സ്റ്റ് ടേം ഇത് നോക്കുകയാണെങ്കിലോ 5/2 minus 3/2 ഇവിടെ എത്ര വരും 2/2 തന്നെ വരും 5 minus 3 2/2 equal to 1 ഇവിടെ എന്താണ് ന്യൂമറേറ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടുത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി അതെല്ലാതും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം arithmetic sequence ആണ് പറയാം ഈ ടേം ഈ സീക്വൻസ് എന്താണ് നമുക്ക് കിട്ടിയത് arithmetic sequence ആണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം sequence of powers of 2 sequence of powers of 2 അപ്പോൾ എന്തായിരിക്കും പവറുകൾ വെച്ച് എഴുതാം അതായത് 2 raised to 0 ആദ്യത്തെ പവർ വരുമ്പോൾ 2 raised to 0 രണ്ടാമത്തെ ആണെങ്കിലോ 2 raised to 1 2 സ്ക്വയർ 2 raised to 3 അങ്ങനെ പോകും ഇവിടെ 2 raised to 0 എന്തായിരിക്കും 1 ആയിരിക്കും ഏത് നമ്പറിന്റെയും പവർ 0 ആയിട്ട് വന്നാലും 1 ആയിരിക്കും ആൻസർ വരിക then 2 raised to 1 2 square 4 2 raised to 3 8 4 into 2 8 then അങ്ങനെ പോകും അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഡിഫറൻസ് നോക്കി നോക്കാം ഇത് arithmetic sequence ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ ഇവിടെയാണെങ്കിലോ ഇത് 2 ആണ് ഇവിടെയോ 8 minus 4 ആണ് ഇവിടെ എന്താ ഡിഫറൻസ് വാല്യൂ ചെയ്തു വരാണ് രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലാണ് നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ arithmetic sequence എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെയാണോ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് എന്തല്ല arithmetic sequence അല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് sequence of reciprocals of natural numbers sequence of reciprocals of natural numbers അപ്പോൾ അതെങ്ങനെയായിരിക്കും എഴുതുക reciprocals എഴുതുക natural numbersന്റെ 1/1 1/2 1/3 1/4 അങ്ങനെ പോകും അപ്പോൾ ഇതിൽ
ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ്. ഇനി ഇതിലെ കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കണം. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1/2 മൈനസ് 1 എത്ര വരും? 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 1/2. ഇതാണ് ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ട് നമ്പറുകൾ നമ്മൾ നോക്കാം. 1/3 മൈനസ് 1/2 നോക്കാം. എത്ര വരും? 2 minus 3 divided by 3 into 2 6 equal to minus 1/6. അപ്പോൾ ആദ്യത്തെ മൂന്ന് നമ്പറുകൾ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ തന്നെ എന്താണ്? രണ്ട് ആൻസറുകളാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇത് ഇതിനോട് ഈക്വൽ ആവുന്നില്ല. അപ്പൊ എന്തല്ല? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് അല്ല. നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിനെ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുള്ളൂ. അപ്പൊ ഇത് അരിതമെറ്റിക് സീക്വൻസ് അല്ല. നമ്മളിപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത് 18th പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട്. ഡു ദ നമ്പേഴ്സ് ഓഫ് ദ കളേർഡ് സ്ക്വയേഴ്സ് ഫോം എൻ അരിതമെറ്റിക് സീക്വൻസ്, ഗിവ് റീസൺസ്. അതാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്ക്വയേഴ്സ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിൽ നോക്കുക, ഷെയ്ഡഡ് സ്ക്വയേഴ്സിന്റെ എണ്ണം എണ്ണി നോക്കുക. നമ്മൾ ആദ്യത്തേതിൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1 2 3 4 5 6 7 8. സെക്കൻഡില് ഈ സൈഡിൽ 4, അതായത് ഒരു കോളം കൂടി ആഡ് ചെയ്തു, ഒരു കോളും ഒരു റോയും കൂടി ആഡ് ചെയ്തു സെക്കൻഡ് സ്ക്വയർ വന്നപ്പോൾ. അപ്പൊ എത്ര ഡിഫറൻസ് വന്നു? 4 ഡിഫറൻസ് വന്നു. ഇനി അതിന്റെ കൂടെ അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4. ഇവിടെയും താഴെയും 4 ഉണ്ട്. 8 പ്ലസ് 2 10, 10 പ്ലസ് 2 12. നെക്സ്റ്റ് പിക്ചറിൽ നോക്കുക, അവിടെ നമുക്ക് 16 ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ഉണ്ട്. നമ്മളത് സീക്വൻസ് ആയിട്ട് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതും? 8 12 16. ഈ മൂന്ന് ടേംസ് എടുത്താൽ തന്നെ നമുക്കറിയാം എത്ര ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത്? 4 അല്ലേ? ഇവിടെ ഡിഫറൻസ് വരുന്നത് 4. ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ ഷെയ്ഡഡ് സ്ക്വയേഴ്സിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 18ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? ഓരോ റെക്ടാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്ര ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ എത്ര ഉണ്ട്? 2. ഇതിൽ 1 2 3 4. നെക്സ്റ്റിൽ വരുമ്പോൾ 6. ഇതിനകത്തേൽ 8. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്മോൾ സ്ക്വയേഴ്സിൻ്റെ എണ്ണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം എണ്ണത്തിൽ നിന്ന് നമുക്ക് എത്ര ലാർജ് സ്ക്വയർ കണ്ടുപിടിക്കാം. സ്ക്വയേഴ്സ് ആവണം, റെക്ടാങ്കിൾസ് അല്ല ചോദിച്ചിരിക്കുന്നത്, സ്ക്വയേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് റെക്ടാങ്കിൾ ആണ്. ലാർജ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളൂ. ഇതൊരു സ്മോൾ സ്ക്വയർ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു റെക്ടാങ്കിൾ ആണ് നമുക്കുള്ളൂ. അപ്പൊ ആദ്യത്തിൽ നമുക്ക് സ്ക്വയേഴ്സിന്റെ എണ്ണം എത്രയാണ്? ഇല്ല. സോ 0 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റിലോ ലാർജ് സ്ക്വയർ എത്ര ഉണ്ട്? 1. ഒരെണ്ണല്ലേ ഉള്ളൂ. 1. നെക്സ്റ്റ് വരുമ്പോൾ ഇങ്ങനെ, അതായത് ഇവിടം വരെ ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് എടുത്താലും ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ലാർജ് സ്ക്വയേഴ്സ് കിട്ടും? ഇത് മൊത്തത്തിൽ ഒരു റെക്ടാങ്കിൾ ആണ്. ഇതിൽ നിന്ന് ഇവിടെ തുടങ്ങി ഇവിടെ വരെ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ആയിട്ട് കിട്ടും. അതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ നോക്കുമ്പോഴും ഒരു സ്ക്വയർ ആയിട്ട് കിട്ടും. 2 സ്ക്വയേഴ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് പിക്ചറിലോ, നെക്സ്റ്റ് പിക്ചറിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ളതിൽ ഒരു സ്ക്വയർ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ളതിൽ നെക്സ്റ്റ് സ്ക്വയർ, പിന്നെ ഇത് തുടങ്ങി ഇത് വരെയുള്ളത് വരുമ്പോൾ വേറൊരു സ്ക്വയർ വരും. അപ്പൊ 3 സ്ക്വയേഴ്സ് കിട്ടും നമുക്ക്. അങ്ങനെയാണ് ഇതിൽ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത്, ലാർജ് സ്ക്വയേഴ്സ്. ഇനി ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? മൊത്തത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? നമ്മൾ ആദ്യത്തേതിൽ കണ്ടുപിടിച്ചത് സ്മോൾ സ്ക്വയേഴ്സ് ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ലാർജ് സ്ക്വയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 2 + 0 2, 4 + 1 5, 6 + 2 8, 8 + 3 11. അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. Continuing this pattern,
is each such sequence of numbers an arithmetic sequence. അതായത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ആദ്യത്തേതിൽ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇത് ഈവൺ നമ്പേഴ്സിന്റെ ഒരു പാറ്റേൺ ആണ് അല്ലേ. അപ്പൊ അതെന്താണ്? അതൊരു സീക്വൻസ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും എന്തായിരിക്കും? ഒരു സീക്വൻസ് ആയിരിക്കും. പിന്നത്തേതോ ഇവിടെയാണെന്നുണ്ടെങ്കിലും 1 കോമൺ ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? ലാർജ് സ്ക്വയേഴ്സ് ആണ്. ഇവിടെ ലാർജ് സ്ക്വയേഴ്സ് ആയിരുന്നു, ഇത് സ്മോൾ സ്ക്വയേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇതൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റിൽ നമുക്ക് എടുത്തപ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് 1 വരുന്ന ഒരു സീക്വൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതോ 2 + 3 5, 5 + 3 8, 8 + 3 11. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഏതാണ്? 3. ഇപ്പൊ 3 എന്നുള്ളൊരു കോമൺ ഡിഫറൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? ഈ ഒരു പാറ്റേണിൽ ഫോംസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതൊക്കെയും എന്ത് തന്നെയായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയായിരിക്കും. പേജ് നമ്പർ 18-ലെ 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പിന് 10 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അതായത് ഇതിന് ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോഴും 17.5 സെന്റിമീറ്റർ ആയിരിക്കും ഇന്നത്തെ സ്റ്റെപ്പുകളുടെ ഹൈറ്റ്. എന്നിട്ട് അതിൽ നമ്മളോട് ആദ്യം ചോദിച്ചത് ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സംവൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അയാൾ എത്രത്തോളം ഹൈറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് കയറുമ്പോൾ ആള് എത്ര ഹൈറ്റിലായിരിക്കും? ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ സീക്വൻസ് ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. 10 സെന്റിമീറ്റർ. നെക്സ്റ്റിലോ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ 10 + 17.5 വരും. അപ്പോൾ 27.5. നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോഴോ ഇവിടെയും എത്ര തന്നെയാണ്? 17.5 സെന്റിമീറ്റർ തന്നെയാണ് അവിടുത്തെയും ഹൈറ്റ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ ആള് ഈ ഒരു ഹൈറ്റിലായിരിക്കും. അപ്പോൾ 10 + 17.5 + 17.5, 27.5 + 17.5 എത്ര കിട്ടുന്നത്? 45. ഇങ്ങനെയായിരിക്കും നമ്മുടെ സീക്വൻസ് വരുന്നത്. പേജ് നമ്പർ 19-ലെ 5th ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. In this picture, the perpendiculars to the bottom line are equally spaced. അതായത് ഈ ലൈൻസ് BA, DC, FE ഈ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള ഓരോ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. Prove that continuing like this, the length of perpendiculars form an arithmetic sequence. അങ്ങനെയാണെങ്കിൽ ABCDEF ഈ ലൈൻസുകൾ ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഈ ലൈൻ ലെങ്ത് ABCDEF ഇതൊക്കെയും പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ അത് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതിന് ഒരു സീക്വൻസ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABO ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ CDO, അതായത് ഈ സെക്കൻഡ് ലാർജ് ട്രയാങ്കിളും കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും തമ്മിൽ റിലേഷൻ കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ റിലേഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഈ രണ്ട് ട്രയാങ്കിൾസ്. ഇനി ഇതിന്റെ ഈ ആംഗിളും ആംഗിൾ AOBയും ആംഗിൾ CODയും സെയിം ആണ്. സെയിം പിക്ചറിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD. സെയിം ആംഗിൾ വരച്ചിരിക്കുന്നതാണ് ഈ രണ്ട് ലൈൻസ്. അപ്പം അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഏതെങ്കിലും ഒരു സൈഡ് പ്രൊപ്പോർഷണൽ ആണെന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾസിന്റെ ഈ ബേസ്, അതായത് ട്രയാങ്കിൾ ABOയുടെ AO അല്ലെങ്കിൽ OA എന്നുള്ള സൈഡ് എടുക്കാം. OAയുടെ ലെങ്ത് എത്രയാണ്? X ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതെല്ലാതും ഈക്വലി സ്പേസ്ഡ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ OA ഈക്വൽ ടു എക്സ് ആണെങ്കിൽ A മുതൽ C വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അതായത് OA എന്നുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും OC എന്നുള്ള ലെങ്ത് വരുന്നത്. അപ്പം നമുക്ക് OA ഈക്വൽ ടു എക്സ് ആണെങ്കിൽ OC ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2OA എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു എന്തായിരിക്കും? 2x ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇതിനോട് റിലേറ്റഡ് ആവുന്നത്? OA ഡിവൈഡഡ് ബൈ OC ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇതെന്താണ്? OAയും OCയും പ്രൊപ്പോർഷണൽ ആണ്. OA എന്ന് പറയുന്നത് OC എന്ന് പറയുന്നത് 2OA ആണ്. അതുപോലെ ഇതെങ്ങനെയായിരിക്കും? O മുതൽ E വരെയുള്ള ലെങ്ത് എങ്ങനെയായിരിക്കും? 3OA എന്നായിരിക്കും. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾസിന്റെ ബേസ് പ്രൊപ്പോർഷണൽ ആണ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ഒരു സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ? ഇതാ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിമിലർ ട്രയാങ്കിൾസിന്റെ ഈ സൈഡും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം നമുക്ക്? AB by CD എന്നുള്ള തേർഡ് സൈഡ് AB by CD എങ്ങനെ തന്നെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ റിലേഷൻ നമുക്ക് കിട്ടും. അതായത് ഈ സൈഡുകൾ പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഈ സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ ഈ ലെങ്ത്തുകളും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ AB by CD is equal to 1/2. അതായത് ABയുടെ ഇരട്ടിയായിരിക്കും CD എന്ന് പറയുന്നത്. CD is equal to 2AB. അതുപോലെ EF എന്തായിരിക്കും പ്രത്യേകത? EF is equal to 3AB. ഈ ഒരു റിലേഷൻ, ഈ ബേസിന്റെ റിലേഷൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്തായിരിക്കും? AB 2AB 3AB ഇങ്ങനെയായിരിക്കും എന്ത്? ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന്റെ സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റുന്നത്. Page number 19, sixth question. The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? ഈ എഴുതിയിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് n-ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം n equal to 1, x1 is equal to 1 cube minus 6 into 1 square plus 13 into 1 minus 7. So 3 1 minus 6 plus 13 minus 7. 1 minus 7 minus 6 minus 6 minus 6 addable minus 12 plus 13 equal to 1 കിട്ടും. നമുക്ക് n equal to 2 കൊടുക്കാം. x2 equal to 2 cube minus 6 into 2 square plus 13 into 2 minus 7. 2 cube 8 minus 6 into 2 square, that is 6 into 4 24 plus 13 into 2 26 minus 7. The 3 നമുക്ക് കിട്ടുന്നത് 26 plus 8 34 34 minus 24 10 10 minus 7 3. ഇനി x n equal to 3 കണ്ടുപിടിക്കാം. നമുക്ക് എപ്പോഴും ഒരു ഇതുപോലെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം ഒരു 4 n-ന് 4 അല്ലെങ്കിൽ n-ന് 4 കൊടുക്കുന്നത് വരെയെങ്കിലും നമ്മൾ ആ സീക്വൻസുകൾ എഴുതി നോക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 3 സിമിലർ ആയിരിക്കും, ചിലപ്പോൾ അത് കഴിയുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് മിനിമം 4 എണ്ണമെങ്കിലും നമ്മൾ എഴുതി നോക്കിയിട്ടാണ് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ x3 equal to 3 cube minus 6 into 3 square plus 13 into 3 minus 7. ഇവിടെ വരുന്നത് 3 cube 27 minus 6 into 3 square 9 6 into 9 54
plus 13 into 3 39 minus 7. ഇത് എത്രയായിരിക്കും കിട്ടുന്നത്? 39 plus 27 എത്രയായിരിക്കും? 66. 66 minus 54. 12 minus 7 5. x4 equal to 4 cube minus 6 into 4 square plus 13 into 4 minus 7. ഇവിടെ എത്ര വരും? 64 minus 16 into 6 96 plus 13 into 4 52 minus 7. ഇവിടെ എത്ര നമുക്ക് കിട്ടുക? 64 plus 52. 116 minus 96. 96 ഉം 7 സെയിം സൈൻ ആയി കാരണം 103 വരും. അപ്പോൾ മൈനസ് 103 ഈക്വൽ ടു 13. ഇവിടെയൊക്കെയും എന്തായിരുന്നു? ഇവിടെ കിട്ടിയ ആൻസറുകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് എടുത്ത് എഴുതാം. ഇവിടെ 1 3 5 13. ഇവിടെ എന്താ പ്രത്യേകത വരുന്നത്? ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2, സെക്കൻഡ് 5 ഉം 3 തമ്മിലുള്ള ഡിഫറൻസ് 2. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി? ഇവിടെ 2-ൽ 2 അല്ല 8 ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താണ്? ഒരു റൂൾ അവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അതെന്തല്ല, അതൊരു സീക്വൻസ് അല്ല. ഇവിടെ നമ്മുടെ തേർഡ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.